ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 ബയോളജി ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഈ കഴിഞ്ഞ ബോർഡ് എക്സാം മാർച്ച് 2020 നടന്ന ബോർഡ് എക്സാമിന്റെ ബയോളജിയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. രണ്ടെണ്ണം ഉണ്ട് ഇതിനകത്ത്, ബോട്ടണി ഉണ്ട്, സുവോളജി ഉണ്ട്. ഇൻ ദിസ് ഫസ്റ്റ് പാർട്ട് വി വിൽ ബി ഡിസ്കസിങ് അബൌട്ട് ദ ബോട്ടണി. സെക്കൻഡ് പാർട്ടിൽ സുവോളജി വി വിൽ ബി ഡിസ്കസിങ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാം. ഓക്കെ, സോ മാക്സിമം 30 മാർക്കാണ് ബോട്ടണിക്കുള്ളത്. കൂൾ ഓഫ് ടൈം ഉണ്ട് 10 മിനിറ്റ്, 1 hour ആണ് എക്സാം. സോ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ആദ്യത്തെ 3 എണ്ണം 1 മാർക്ക് വെച്ചാണ്, 1-1-1 വെച്ചാണ്. സോ നിങ്ങൾ എപ്പോഴും whenever you write this exam ഇതിന്റെ എല്ലാ ഈ റൂൾസും കണ്ടീഷൻസും ഒക്കെ വായിച്ചോണം. കാര്യം ഇതിനകത്ത് പറയുന്നുണ്ട് ആൻസർ എനി 3 questions from 1 to 5, 1 മുതൽ 5 വരെ ഉള്ളതിൽ ഏതെങ്കിലും 3 എണ്ണം നിങ്ങൾ ആൻസർ ചെയ്താൽ മതി. ഓക്കെ, അതുപോലെ തന്നെ ഓരോന്നിനും ഓരോ മാർക്കാണ്. ഇപ്പോൾ 1 വേർഡ് ചോദിക്കുന്നതിന് 1 വേർഡ് മാത്രം ആൻസർ എഴുതണം, അതേ രീതിയിൽ പോകണം. ഇനി ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം 9 ക്വസ്റ്റ്യൻസ് ഉണ്ട്, 2 മാർക്കാണ് ഇതിനകത്തുള്ളത്. ഓക്കെ, സോ ഏകദേശം 10 ക്വസ്റ്റ്യനോളം ഉള്ളതിനകത്ത് 9 ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങൾ എഴുതിയാൽ മതി, ഓരോന്നിനും 2 മാർക്കാണ്. സോ എപ്പോഴും ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് അതിന്റെ ഹെഡിങ്സ് വായിച്ചോണം. റെഡി? ലെറ്റ്സ് റീഡ് ദ ഫസ്റ്റ് വൺ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഹാസ് ദ ലാർജസ്റ്റ് പോപ്പുലേഷൻ ഇൻ ഫുഡ് ചെയിൻ? സോ ഫുഡ് ചെയിൻ വി ഓൾ നോ, ഫുഡിന് വേണ്ടി ഓരോ ഓർഗാനിസവും വേറൊരു ഓർഗാനിസത്തിന്റെ ഓർ ലെവൽ ഓഫ് ഓർഗാനിസത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. ഫുഡ് ചെയിനിലെ ഓരോ യൂണിറ്റിനെയും നമ്മൾ ട്രോഫിക് ലെവൽ എന്നാണ് നമ്മൾ പറയുന്നത്. യെസ് ഓർ നോ? ട്രോഫിക് ലെവൽ ഇൻ എ ഫുഡ് ചെയിൻ. സോ ഫുഡ് ചെയിന്റെ ഏത് ട്രോഫിക് ലെവലിലാണ് ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ളത്, ലാർജസ്റ്റ് പോപ്പുലേഷൻ ഓഫ് ഓർഗാനിസം എന്ന ചോദ്യം. സോ നമുക്കറിയാം എപ്പോഴും പ്രൊഡ്യൂസേഴ്സിനായിരിക്കും നമ്പർ കൂടുതൽ ദാൻ പ്രൈമറി കൺസ്യൂമേഴ്സ്. പ്രൈമറി കൺസ്യൂമേഴ്സ് ആയിരിക്കും നമ്പർ കൂടുതൽ സെക്കൻഡറിക്ക്, സെക്കൻഡറിയേക്കാൾ കൂടുതലായിരിക്കും ടെർഷ്യറിയേക്കാൾ കൂടുതലായിരിക്കും സെക്കൻഡറിക്ക്. സോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് പ്രൊഡ്യൂസേഴ്സ് ആണ്. ഇത് ലാർജസ്റ്റ് പോപ്പുലേഷൻ ഫുഡ് ചെയിനിൽ പ്രൊഡ്യൂസർ കൂടിയത് കൊണ്ടാണ് പ്രൊഡ്യൂസേഴ്സ് നമ്മൾ പിരമിഡ് ഓഫ് നമ്പേഴ്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പ്രൊഡ്യൂസേഴ്സ് ബേസിൽ വരുന്നത്. കാരണം എന്താ? അത് ലാർജസ്റ്റ് നമ്പർ ആണ് ഫുഡ് ചെയിനിൽ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നാം വായിക്കാം. Which among the following is selectable marker in PBR 322? PBR 322 കാര്യം നമുക്ക് അറിയാം. PBR 322 എന്ന് വെച്ചാൽ എന്താ? PBR 322 എന്ന് പറയുന്നത് ക്ലോണിംഗ് വെക്ടർ ആണ്. ക്ലോണിങ്ങിന് യൂസ് ചെയ്യുന്ന വെക്ടർ ആണ് PBR 322. സോ PBR 322 ഉപയോഗിക്കുന്ന ഒരു സെലക്ടബിൾ മാർക്കർ ഒരുപാടുണ്ട്. അതിനകത്തൊരു സെലക്ടബിൾ മാർക്കർ ആണ് ആംബിസിലിൻ റെസിസ്റ്റൻസ് AMBR എന്ന് പറയുന്നത്. ആൻസർ C. Third one, dash is a better yielding semi-dwarf variety of rice developed in India. So ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എപ്പോഴും നമ്മളൊരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ആ ക്വസ്റ്റ്യന്റെ കീവേഡ്, കീപ് കൗണ്ട് ഓൺ ദ കീവേഡ്. സോ ആ കീവേഡ് നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ യു ക്യാൻ റൈറ്റ് എക്സാംസ് ആൻസർ ഈസിലി. സോ ഈ ക്വസ്റ്റ്യനകത്ത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതിന്റെ ഫസ്റ്റ് പാർട്ട് പറയുന്നത് ദാറ്റ് സേസ് അബൌട്ട് സം ക്യാരക്ടറിസ്റ്റിക്സ് അബൌട്ട് ദാറ്റ് റൈസ് വെറൈറ്റി. സോ റൈസ് വെറൈറ്റിയെ പറ്റിയുള്ള ക്യാരക്ടറിസ്റ്റിക് പറഞ്ഞിട്ടുണ്ട്. ബെറ്റർ ഈൽഡിംഗ്, സെമി ഡോർഫ് വെറൈറ്റി. ഈ പറഞ്ഞ എല്ലാം ബെറ്റർ ഈൽഡിംഗ് സെമി ഡോർഫ് വെറൈറ്റി ആണ്. ഇനി ചോദ്യം പറയുന്നത് ഡെവലപ്ഡ് ഇൻ ഇന്ത്യ. സോ റൈസ് വെറൈറ്റി ആയിരിക്കണം, സെമി ഡോർഫ് വെറൈറ്റി ആയിരിക്കണം, ഇന്ത്യയിലാണ്. ഇപ്പോൾ IR നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇത് ബെറ്റർ ഈൽഡിംഗ് സെമി ഡോർഫ് വെറൈറ്റി ആണ്, പക്ഷെ അത് ഫിലിപ്പീൻസിൽ പ്രൊഡ്യൂസ് ചെയ്തതാണ്. അതേ സമയത്ത് J ആണ് ആൻസർ. D. 3 is D. IR എന്ന് പറയുന്നത് ഇന്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഫിലിപ്പീൻസിൽ 1916 ഡെവലപ്പ് ചെയ്തതാണ്. ഇന്ത്യയിലേക്ക് ഒരുപാട് യൂസ് ചെയ്തതാണ്. ജയ ഇന്ത്യ ഡെവലപ്പ് ചെയ്തതാണ് ലേറ്റർ ഓൺ സെൽഫ് സസ്റ്റൈനബിൾ ആയപ്പോൾ. ഫോർത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ ക്ലോൺ? ശ്രദ്ധിച്ചോണം, 1 മാർക്കിന്റെ ഉത്തരമാണ് നിങ്ങൾ എഴുതേണ്ടത്. വാട്ട് ഈസ് എ ക്ലോൺ? എ ക്ലോൺ ഈസ് ആൻ ഐഡന്റിക്കൽ ജനറ്റിക് കോപ്പി ഓഫ് either a piece of DNA, a cell or a whole organism. ഇതിനെയാണ് ക്ലോൺ എന്ന് പറയുന്നത്. ജസ്റ്റ് റൈറ്റ് ദ ഡെഫിനിഷൻ. ഓക്കെ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, fill up blanks suitably. മോർട്ടാലിറ്റിക്ക് എക്സ്പ്രഷൻ എഴുതിയിട്ടുണ്ട്. ഡാഷ് എക്സ്പ്രഷൻ എഴുതിയിട്ടുണ്ട്. മോർട്ടാലിറ്റി, നമ്പർ ഓഫ് ഡെത്ത് ഇൻ ദ പോപ്പുലേഷൻ ഡ്യൂറിങ് എ ഗിവൺ പീരീഡ്. നമ്പർ ഓഫ് ബർത്ത് ഇൻ ദ പോപ്പുലേഷൻ ഡ്യൂറിങ് എ ഗിവൺ പീരീഡ് ആണ് നെയ്റ്റാലിറ്റി എന്ന് പറയുന്നത്. നിങ്ങളുടെ ബുക്കിൽ നിന്നും ടെക്സ്റ്റ് ബുക്കിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് എടുത്തിട്ടുള്ളതാണ് അത്. ഇനി സെക്കൻഡ് പാർട്ടിലോട്ട് നമുക്ക് നോക്കാം. സിക്സ്ത് ക്വസ്റ്റ്യൻ, ഇത് കുറച്ച് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് എഴുതേണ്ടതാണ്. 2 മാർക്കാണുള്ളത്. നിങ്ങൾക്കൊരു 4 ലൈൻസ് യു ക്യാൻ റൈറ്റ്. 1 2 3 4 4 ലൈൻസ് യു ക്യാൻ റൈറ്റ്. അല്ലെങ്കിൽ വേർഡ്സിന്റെ കൗണ്ട് പറയുകയാണെങ്കിൽ 50 വേർഡ്സ് യു നീഡ് ടു റൈറ്റ്.
Okay, so first question, what are the main consequences of global warming? Global warming in the consequences എന്തൊക്കെയാണ്, or global warming in the പരിണിത ഫലങ്ങൾ എന്താണ്, or what can be the result of global warming? Global warming എന്ന് വെച്ചാൽ നമുക്കറിയാം globally warming ആവുകയാണ്, globally നമ്മളുടെ atmospheric temperature increase ആവുകയാണ്, ഗ്ലോബിന്റെ temperature increase ചെയ്യുകയാണ്. Okay, so annual temperature, average annual temperature of globe is increasing, അതാണ് global warming. എന്തൊക്കെ കോൺസിക്വൻസ് അത് കാരണം ഉണ്ടാകുന്നത്? ഒരുപാട് കോൺസിക്വൻസ് ഉണ്ടാകാം. കോസ്റ്റൽ റീജിയൻസിൽ കോൺസിക്വൻസ് ഉണ്ടാകാം, ഗ്ലേഷ്യർ റീജിയനിൽ കോൺസിക്വൻസ് ഉണ്ടാക്കാം, റിവേഴ്സിലും ലേക്സിലും കോൺസിക്വൻസ് ഉണ്ടാക്കാം, വെതർ പാറ്റേണിന്റെ കാര്യത്തിൽ കോൺസിക്വൻസ് ഉണ്ടാകാം, വെതർ പാറ്റേണിൽ ചൂടിന്റെ കാര്യത്തിൽ ടെമ്പറേച്ചറിന്റെ കാര്യത്തിൽ ഉണ്ടാകാം, yes or no, സൈക്ലോൺസ്, മറ്റുള്ള സുനാമി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കോൺസിക്വൻസ് ഓഫ് ഗ്ലോബൽ വാർമിംഗ് ആണ്. സോ ഇതിനകത്ത് സം ഐ ഹാവ് ലിസ്റ്റഡ് ഹിയർ. മെൽറ്റിംഗ് ഓഫ് ഗ്ലേഷ്യേഴ്സ് ആൻഡ് ഐസ് ക്യാപ്സ്. സോ ഐസ് ക്യാപ്സും ഗ്ലേഷ്യേഴ്സും ഒക്കെ മെൽറ്റ് ചെയ്ത് ആഫ്റ്റർ സം ടൈം ദാറ്റ് വിൽ ഡിസപ്പിയർ. സോ ഇതിന്റെ മെൽറ്റിംഗ് കാരണം എന്തോ പറ്റും, റിവറിന്റെ ഒക്കെ വാട്ടർ ലെവൽ ഇൻക്രീസ് ചെയ്യും. ദാറ്റ് വിൽ ലീഡ് ടു ഫ്ലഡിംഗ് ഇൻ സം റീജിയൻ. ഫ്രീക്വന്റ് സ്റ്റോംസ്, സൈക്ലോൺസ്, ഫ്ലഡ്സ്. ഫ്രീക്വന്റ് സ്റ്റോംസ് ഉണ്ടാകും, കാര്യം ഫുൾ ക്ലൈമറ്റ് ചേഞ്ച് ആവും. ലോ പ്രഷറും ഹൈ പ്രഷർ റീജിയൻ പലയിടങ്ങളിൽ ഫോം ആവും. സൈക്ലോൺസ് എന്ന് വെച്ചാൽ നമുക്കറിയാം ഒരു ലോ പ്രഷറിലോട്ട് ഹൈ പ്രഷറിൽ നിന്ന് പുൾ ചെയ്യുന്നതാണ് സൈക്ലോൺ എന്ന് പറയുന്നത്. സോ ഒരുപാട് സൈക്ലോൺസ് ഡെവലപ്പ് ചെയ്യാൻ കാരണമായിരിക്കും. കാര്യം എന്താ, ഒരുപാട് ലോ പ്രഷറിന് കാരണമാകും ഗ്ലോബൽ വാർമിംഗ്. അൺസീസണൽ റെയിൻസ് ഉണ്ടാകാം, സ്നോഫോൾസ് ഉണ്ടാകാം, സബ്മർജൻസ് ഓഫ് കോസ്റ്റൽ റീജിയൻ ഉണ്ടാകാം. കാര്യം എന്തുവാ, ഗ്ലേഷ്യേഴ്സ് മെൽറ്റ് ആവുന്നതോടുകൂടി എന്തോ പറ്റും, സീ ലെവൽ റൈസ്. സോ സീ ലെവൽ റൈസ് ചെയ്താൽ എന്തോ പറ്റും, സ്ലോലി കോസ്റ്റൽ റീജിയൻ സബ്മർജൻസ് ആവും. സീ ഇറോഷൻ, കോസ്റ്റൽ റീജിയൻ ഇറോഷൻ, സീ ഇറോഷന് പകരം കോസ്റ്റൽ ഇറോഷൻ നിങ്ങൾക്ക് പറയാം. ഹീറ്റ് വേവ്സ്, ഡ്രൗട്ട്സ്. സോ ഇതെല്ലാം യു ക്യാൻ സേ ദ കോൺസിക്വൻസ് ഓഫ് ഗ്ലോബൽ വാർമിംഗ്. സെവൻത് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹൈഡ്രാർക്ക് സക്സഷൻ, സീറാർക്ക് സക്സഷൻ? ഹൈഡ്രാർക്ക് സെക്ഷനും സീറാർക്ക് സെക്ഷനും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഡിഫറൻസ് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഹൈഡ്ര ദിസ് ഈസ് സംതിങ് റിലേറ്റഡ് വിത്ത് വാട്ടർ, ദിസ് ഈസ് സംതിങ് റിലേറ്റഡ് വിത്ത് ലാൻഡ്. നോക്കാം നമുക്ക്. ഹൈഡ്രാർക്ക് സക്സഷൻസ് ടേക്സ് പ്ലേസ് ഇൻ വെറ്റ് ഏരിയാസ് ആൻഡ് ദ സക്സഷണൽ സീരീസ് പ്രോഗ്രസ് ഫ്രം ഹൈഡ്രിക് ടു മെസിക് കണ്ടീഷൻ. സീറാർക്ക് സക്സഷൻ ടേക്സ് പ്ലേസ് ഇൻ ഡ്രൈ ഏരിയ. സോ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹൈഡ്രാർക്ക് സക്സഷൻ ആൻഡ് സീറാർക്ക് സക്സഷൻ? ഹൈഡ്രാർക്ക് വെറ്റ് ഏരിയാസിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, സീറാർക്ക് ഡ്രൈ റീജിയണിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. പേജ് നമ്പർ 251 നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ആൻസർ കിട്ടും. സജസ്റ്റ്, 8th ക്വസ്റ്റ്യൻ, സജസ്റ്റ് എനി 2 മെത്തേഡ്സ് ഫോർ ഡിസ്പോസൽ ഓഫ് സോളിഡ് വേസ്റ്റ്. സോളിഡ് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യണം ഏതെങ്കിലും 2 മെത്തേഡ്സ്. 2 മെത്തേഡ്സ് ആണ് നിങ്ങളുടെ ബുക്കിൽ പറഞ്ഞിരിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് ബേണിങ്ങും, രണ്ടെന്ന് പറയുന്നത് ഡംപിങ്ങും. സോ ലാൻഡ് ഫിൽസ്, നമ്മൾ ഉപയോഗിക്കാത്ത കോറികളോ ഖനികളോ അല്ലെങ്കിൽ വേസ്റ്റ് റീജിയൻ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയി ഡംപ് ചെയ്യാം. മെയിൻലി കൺസ്ട്രക്ഷൻ വേസ്റ്റുകൾ ഓർ ഡീഗ്രഡേഷൻ നടക്കാത്ത വേസ്റ്റുകളൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ കത്തിച്ചാൽ വിഷം പുറത്തുവിടുന്ന കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ പ്ലാസ്റ്റിക് എല്ലാം അങ്ങനെയാണ് ചെയ്യുന്നത്. ഓപ്പൺ ബേണിംഗ് പ്രോസസ്, ഒരുപാട് ഓർഗാനിക് വേസ്റ്റുകൾ വി ആക്ച്വലി ഡു ഇറ്റ് ത്രൂ ഓപ്പൺ ബേണിംഗ്. അതുകൂടാതെ വേണമെങ്കിൽ ഓപ്പൺ ബേണിങ്ങിന്റെ ടെക്നിക്കലി നമുക്ക് ഇൻസിനറേഷൻ എന്ന് പറയും. ഇൻസിനറേഷൻ, കത്തിച്ചു കളയുക. അപ്പൊ നിങ്ങൾ കണ്ടു കാണും ചില ഓഫീസുകളിലൊക്കെ, ഓർ നിങ്ങളുടെ സ്കൂൾ എടുക്കാൻ പോകുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു വേസ്റ്റ് ബിൻ വെച്ചിരിക്കുന്നതാണ്, അതായത് മെറ്റലിന്റെ ബിന്ന്, അത് കത്തിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ബിന്നായിരിക്കും. പേപ്പർ കഷ്ണങ്ങളൊക്കെ കത്തിച്ചു കളയുന്ന സ്ഥലമായിരിക്കും. സോ ചോദ്യം എന്താണെന്ന് വെച്ചാൽ 2 മെത്തേഡ്സ് ഫോർ ഡിസ്പോസലിന് വേണ്ടി. ഒന്നെന്ന് പറയുന്നത് ഓപ്പൺ ബേണിംഗ്, രണ്ടെന്ന് പറയുന്നത് ലാൻഡ് ഫില്ല്. ഓക്കെ, സോ ഫസ്റ്റ് പേജ് ഓവർ. നെക്സ്റ്റ്, മാച്ച് ദ ഫോളോയിങ്. ഇതും കൂടെ മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതെങ്ങനെയാ മാച്ച് ചെയ്യുന്നത്? റൈസോം ജിഞ്ചർ, ബൾബിൽ ഏതാണ് അഗാവെ, ഓഫ്സെറ്റ് ഏതാണ് വാട്ടർ ഹയാസിന്ത്, ലീഫ് ബഡ് ഏതാണ് ബ്രയോഫൈല. ഓക്കെ, സോ ഇതിന്റെ പിക്ചർ കൂടെ ഞാൻ കൊടുത്തിട്ടുണ്ട് ആൻസർ കീയിൽ. കൂടുതൽ എക്സ്പ്ലനേഷൻ വേണ്ടവർക്ക് അവർ നോക്കാം. വ്യൂബിൾ അഗാവയ്ക്കകത്ത് നടക്കുന്ന എന്തുവാണെന്ന് നമുക്കറിയാം. വ്യൂബിളിനകത്ത് എന്തോ പറ്റുന്നത്, മെയിൻലി പ്രസന്റ് ഇൻ ആക്സിൽ ലീഫ് ആൻഡ് സ്റ്റെം. ഏത് പാർട്ട് വീഴുന്നോ അത് അടുത്തൊരു പ്ലാന്റ് ആയിട്ട് മാറും. റൈസോം, നമ്മൾ ജിഞ്ചറിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കറിയാം ജിഞ്ചറിന്റെ ഇതെന്ന് പറയുന്നത് മോഡിഫൈഡ് സ്റ്റെം ആണ്, അതിനെയാണ് റൈസോം എന്ന് പറയുന്നത്. സോ റൈസോം. വാട്ടർ ഹയാസിന്ത് ഓർ നമ്മൾ
കുളവാഴ എന്ന് പറയും. ഇതിന്റെ പ്രത്യേകത എന്തുവാ? ഇതിനകത്ത് ഒരു നോഡ് ഇങ്ങോട്ട് വരും, അത് പൊട്ടി വിരിഞ്ഞ് പുതിയ പ്ലാന്റ് ആയി മാറും. ഓഫ്സെറ്റ് എന്നാണ് ഇതിനെ പറയുന്നത്. സോ ഓഫ്സെറ്റ് മുഖേന നെക്സ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്നു, ഓർ എസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നു. അഗാവെ എസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നു. യെസ് ഓർ നോ? ദെൻ ലീഫ് ഓഫ് ബ്രയോഫില്ലം, ലീഫിനും അങ്ങനെയാണ്. ഓരോ ബഡ് പ്രൊഡ്യൂസ് ചെയ്ത് ലീഫിൽ നിന്ന് അടുത്തത് കിളിച്ചു പോകുമ്പോൾ ബ്രയോഫില്ലത്തിനകത്ത് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണത്. ഓക്കെയാ? സോ മാച്ച് ചെയ്തേ. റൈസോബി, ജിഞ്ചർ, ബ്യൂബിൽ, അഗാവെ, ഓഫ്സെറ്റ് എന്ന് പറയുന്നത് വാട്ടർ, ഹയാസിന്ത്, ലീഫ് ബഡ് എന്ന് പറയുന്നത് ബ്രയോഫില്ലം. ഓക്കെയാ? പൊട്ടറ്റോ ഇതിനകത്തില്ല, ലിങ്ക് ചെയ്യാൻ. 10th question. Identify the types of population growth nodes in the graph A and B. So types of population growth ആണ്. രണ്ട് ടൈപ്പ് പോപ്പുലേഷൻ ഗ്രോത്ത് കൊടുത്തിരിക്കുന്നത്. ഇതും നമ്മുടെ ബുക്കിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത ക്വസ്റ്റ്യൻ ആണ്. സോ ഒരു ആക്സിസിലെ പോപ്പുലേഷൻ ഡെൻസിറ്റി ഒരിടത്ത് ടൈമില് ഒരെണ്ണം ഇങ്ങനെ വന്നിട്ട് എക്സ്പോണൻഷ്യൽ ആയിട്ട് പോയി സ്റ്റോപ്പ് ചെയ്യും മുകളിലും. ഒരെണ്ണം എന്ന് പറഞ്ഞിട്ട് ഒരു മിഡിൽ എത്തുമ്പോൾ ഇറ്റ് വിൽ ട്രൈ ടു ബാലൻസ് ഇറ്റ് സെൽഫ്. ഓക്കെയാ? 10th question. ഇതില് എ എന്ന് പറയുന്നതാണ് when the responses are not limiting the growth, plot is exponential. So exponential ആണ് എ എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ലിമിറ്റിംഗ് ഗ്രോത്ത് ആണ്. ഓർ കെ എന്ന് പറയുന്ന ക്യാരിയിങ് കപ്പാസിറ്റിയിൽ ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കും. ഓക്കെയാ? 11th question. How does the inactive protoxin of Bacillus thuringiensis or BT crops, so Bacillus thuringiensis gets converted into active toxin when the insects inject it? നമുക്കറിയാം ഒരു ബയോപെസ്റ്റിസൈഡ് ആണ് ഇതെന്ന് വേണമെങ്കിൽ പറയാം. ബയോപെസ്റ്റിസൈഡ് അതായത് പ്ലാന്റ് തന്നെ അതിന്റെ പെസ്റ്റിനെ മാനേജ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി നമ്മൾ ഇൻബിൽട്ട് ആയിട്ട് കൊടുക്കുകയാണ്. BT ക്രോപ്സ് ആണ് പറയുന്നത്, ബാസിലസ് തുറിഞ്ചെൻസിസ്. ഇതെല്ലാം ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ് ആണ്, GM ക്രോപ്സ് ആണ്. ജനറ്റിക്കലി സ്ട്രക്ചർ നമ്മൾ വ്യത്യാസം വരുത്തി. ഇതിനകത്ത് എന്തോ നമ്മൾ ചെയ്തേ, ഒരു ബാക്ടീരിയയിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്ത ഒരു ജീൻ എടുത്ത് ഈ BT ക്രോപ്സിനകത്ത്, ചിലപ്പോൾ അത് BT ബ്രിഞ്ചാൾ ആയിരിക്കാം, BT ടൊമാറ്റോ ആയിരിക്കാം, BT കോട്ടൺ ആയിരിക്കാം. സോ കോട്ടനകത്ത്, തക്കാളിയില്, വഴുതനയില്, ഇതിലെല്ലാം നമ്മൾ ഈ ബാസിലസ് തുറിഞ്ചെൻസിസിന്റെ ജീൻ കൊണ്ടുവന്ന് വെക്കും. അപ്പോ BT ടോക്സിൻ, പ്രോടോക്സിൻ അത് ഡെവലപ്പ് ചെയ്യും. ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ചോദ്യം ഇതൊന്നുമല്ല, ചോദ്യം എങ്ങനെയാണ് ഈ പറയുന്ന ആ പെസ്റ്റ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ആ പ്ലാന്റില് ആ പർട്ടിക്കുലർ ടോക്സിൻ, പ്രോടോക്സിൻ എന്ന് പറയുന്നത് ഉള്ളി ഇൻസെക്ട്സിൽ ആക്റ്റീവ് ആകുന്നത് എങ്ങനെയാണ്? അതേ സമയത്ത് ഹ്യൂമനെ അത് ഹാം ചെയ്യില്ല, അൺഹാം ആയിരിക്കും. എങ്ങനെയാണ് അത് സംഭവിക്കുന്നത് എന്ന ചോദ്യം. കാരണം എന്താണെന്ന് വെച്ചാൽ, BT toxin protein exists as inactive protoxin in plants, but once an insect injects the inactive toxin, it is converted into an active form toxin due to, so കാരണം ഇവിടെ കറക്റ്റ് വരുന്നത്. സോ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കീവേഡ് എന്തുവാ? ഡ്യൂ ടു ദ ആൽക്കലൈൻ pH ഓഫ് ദ ഗട്ട്. സോ ഇൻസെക്ട്സിന്റെ ഗട്ടില്, സ്റ്റൊമക്കിലുള്ള ആൽക്കലൈൻ pH ആണ് ഈ പ്രോടോക്സിനെ ടോക്സിൻ ആക്കി മാറ്റുന്നതും അങ്ങനെ ഇൻസെക്ട് സ്വയം മരിക്കുകയും ചെയ്യുന്നത്. ഓക്കെ? 12th question. Given below is the data showing number of individuals and dry weight. So number of individuals and dry weight of different trophic levels. ഞാൻ പറഞ്ഞു ഫുഡ് ചെയിനിലെ ഓരോ എലമെന്റിനെയും ട്രോഫിക് ലെവൽസ് എന്നാണ് പറയുന്നത്. പിന്നെ ഗ്രാസ്ലാൻഡ് എക്കോസിസ്റ്റം. സോ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യേണ്ടത് പിരമിഡ് ഓഫ് നമ്പറും പിരമിഡ് ഓഫ് ബയോമാസുമാണ്. സോ പ്രൈമറി പ്രൊഡ്യൂസർ, പ്രൈമറി കൺസ്യൂമർ, സെക്കൻഡറി കൺസ്യൂമർ, ടെറിഷറി കൺസ്യൂമേഴ്സ്. സോ കൗണ്ട് നമുക്കറിയാം. ഇവിടെ 58 ലക്ഷം, 7,08,000, 3,54,000. സോ ഇതിങ്ങനെ കുറഞ്ഞാ പോകുന്നത്, ഇവിടെയും കുറഞ്ഞാ പോകുന്നത്. സോ പിരമിഡ് ഓഫ് നമ്പറും പിരമിഡ് ഓഫ് ബയോമാസ് ഉണ്ടാക്കുമ്പോഴും ബേസ് ആയിരിക്കും വലുത്. സോ ഇവിടെ നിങ്ങൾക്ക് എഴുതാം പ്രൈമറി പ്രൊഡ്യൂസർ, പ്രൈമറി കൺസ്യൂമർ, സെക്കൻഡറി കൺസ്യൂമർ, ടെറിഷറി കൺസ്യൂമർ. അത് രണ്ടും രണ്ട് പിക്ചർ നിങ്ങൾ വരയ്ക്കണം. ഓരോ പിക്ചറിലും ഈ നമ്പർ നിങ്ങൾ ഇവിടെ എഴുതണം. 58,42,000 ഇവിടെ എഴുതണം നിങ്ങൾ, ഇങ്ങനെ ഓരോന്നും. അതുപോലെ തന്നെ 809, ഇത് നേരെ തിരിച്ചു വരും. 809 താഴെ വരും, 37 മേലെ, 11, 1.5. ഓക്കെയാ? സോ അങ്ങനെ രണ്ട് പിരമിഡ് കൺസ്ട്രക്ട് ചെയ്യണം. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. 13th question. How can you differentiate true fruits from false fruit? വളരെ ബേസിക് ആയിട്ടുള്ള, എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ട്രൂ ഫ്രൂട്ടും ഫാൾസ് ഫ്രൂട്ടും നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റുന്നത്?
ഫാൾസ് ഫ്രൂട്ടിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ആപ്പിളും ട്രൂ ഫ്രൂട്ടിന് എക്സാമ്പിൾ ആയിട്ട് മാംഗോയും പറയാറുണ്ട്. യെസ് ഓർ നോ? A true fruit is one in which fleshy part of the ഫ്രൂട്ടിന്റെ ഫ്ലഷി പാർട്ട് നമ്മൾ തിന്നത്തില്ലേ, ഈസ് ഡെവലപ്ഡ് ഫ്രം ഓവറി. ഓവറി ഒരു ഫ്രൂട്ട് ആയിട്ട് ഡെവലപ്പ് ആകുമ്പോഴാണ് നമ്മൾ അതിന് ട്രൂ ഫ്രൂട്ട് എന്ന് പറയുന്നത്. മാംഗോയും മെയ്സും ഗ്രേപ്പ് ഒക്കെ എക്സാമ്പിൾ ആണ്. പക്ഷെ സ്യൂഡോ ഫാൾസ് ഫ്രൂട്ട് ഈസ് ഡിറൈവ്ഡ് ഫ്രം ഫ്ലോറൽ പാർട്സ് അതർ ദാൻ ഓവറി. ഓവറി എന്നല്ലാതെ ഏതെങ്കിലും പാർട്ടിൽ നിന്ന് ഈ ആയിട്ടുള്ള ഫ്രൂട്ട് ഡെവലപ്പ് ആവുമെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന ഫാൾസ് ഫ്രൂട്ട് എന്നാണ്. നമ്മുടെ ജാക്ക് ഫ്രൂട്ട് എന്ന് പറയുന്നത് ഇൻഫ്ലോറസൻസ് എന്നാണ് ഡെവലപ്പ് ചെയ്യുന്നത്. പൈനാപ്പിളും ഇൻഫ്ലോറസൻസ് എന്നാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇൻഫ്ലോറസൻസ് എന്ന് വെച്ചാൽ പൂക്കുലയിൽ നിന്നാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അതെല്ലാം ഫാൾസ് ഫ്രൂട്ട് ആണ്. 14th question, what is biofortification? Write any two objectives of biofortification. രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട് അതിനകത്ത്. ഒന്ന്, എന്താണ് ബയോഫോർട്ടിഫിക്കേഷൻ? ബയോഫോർട്ടിഫിക്കേഷൻ, ബയോ മീൻസ് ലിവിങ് ആണ് നമുക്കറിയാം. ഫോർട്ടിഫൈഡ് മീൻസ് നമ്മൾ അതിനെ എങ്ങനെങ്കിലും കുറച്ച് ശക്തനാക്കുന്നതിനെ ഫോർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഫോർട്ടുകൾ, കോട്ടകൾ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഓക്കെ, എന്താണ് ഇതിന്റെ ഉദ്ദേശം? സോ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മളുടെ ക്രോപ്സ് അവന്റെ ഗുണമേന്മ കൂട്ടുന്നതിനാണ് ഫോർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. Biofortification, breeding crops with higher levels of vitamins and minerals or higher protein and healthier fats is the most okay. Protein content, oil content, vitamin, nutrients ഒന്നുമില്ല. ഒരു ക്രോപ്പിനെ എടുത്തിട്ട് അതിനകത്ത് ചിലപ്പോൾ വിറ്റാമിൻ എയോ വിറ്റാമിൻ സിയോ നല്ല ഫാറ്റോ ഒക്കെ ആഡ് ചെയ്ത് ആ ക്രോപ്പിനെ അതായത് GM ക്രോപ്സ് അല്ലെങ്കിൽ ഒരു ക്രോപ്പിനെ ഫോർട്ടിഫൈ ചെയ്തിട്ട് ബ്രീഡിങ് നടത്തിയിട്ട് ആ ക്രോപ്പിനകത്ത് ആ ഒരു മിനറൽ, ആ ഒരു വിറ്റാമിൻ എക്സ്ട്രാ വരുന്ന രീതിയിൽ ആ ഒരു ക്രോപ്പ് ഡെവലപ്പ് ചെയ്ത് ബ്രീഡ് ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുക്കും. അതിനെയാണ് ആക്ച്വലി ബയോ ഫോർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഗോൾഡൻ റൈസ് കേട്ടിട്ടുണ്ടായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഗോൾഡൻ റൈസ് അതിനൊരു എക്സാമ്പിൾ, ഇത് അതിനൊരു എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇനി ടു ഒബ്ജക്റ്റീവ്സ് ഓഫ് ബയോ ഫോർട്ടിഫിക്കേഷൻ. ഒന്നെന്ന് പറയുന്നത് റെഡ്യൂസിങ് മാൽന്യൂട്രീഷൻ. സോ മാൽന്യൂട്രീഷൻ എന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മളിപ്പോ 1 കിലോ ചോറ് തിന്നു വെച്ചോ, അത് ഈസ് ഇറ്റ് ന്യൂട്രീഷ്യസ്? നോ. കാര്യം റൈസിൽ നിന്ന് നമുക്ക് കാർബോഹൈഡ്രേറ്റ് മാത്രമേ കിട്ടൂ. പ്രോട്ടീന് വേണ്ടി നമുക്ക് വേറെ സോഴ്സ് വേണം, വിറ്റാമിൻസിന് വേണ്ടി വേറെ സോഴ്സ് വേണം, അതിനകത്ത് മൈക്രോ മിനറൽസിന് വേണ്ടി വേറെ സോഴ്സ് വേണം. സോ ഒരു സമീകൃത ആഹാരം കഴിക്കുക എന്ന് പറയുന്നത് ഇറ്റ് മേ നോട്ട് ബി difficult for many persons, it may be unachievable for many persons, poor people ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ it may be not feasible for accessing. സോ അങ്ങനെയുള്ള ഇഷ്യൂസിനകത്ത് മാൽന്യൂട്രീഷൻ ടോക്കിൾ ചെയ്യാൻ വേണ്ടി നമുക്ക് ഉള്ള ക്രോപ്സിന് തന്നെ, ഫോർ എക്സാമ്പിൾ റൈസിനകത്ത് തന്നെ വിറ്റാമിനും മിനറൽസും പ്രോട്ടീനും ആഡ് ചെയ്ത് വിടുവാണെങ്കിൽ ആ റൈസിൽ നിന്ന് തന്നെ we will get all those supplements. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് റെഡ്യൂസിങ് ദി ലോഡ് on food supply. So food സ്റ്റോക്കിനകത്തുള്ള ബർഡൻ റെഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെ? കാര്യം 3 സാധനം നിനക്ക് മേടിക്കേണ്ട കാര്യമില്ല, ഒരു സാധനത്തിന് തന്നെ ഈ 3 ഗുണം കിട്ടുവാണെങ്കിൽ. So that is what is biofortification. 15th question, how can we make a host cell competent to receive foreign gene or DNA? foreign DNA or gene കിട്ടുന്നതിന് വേണ്ടി എങ്ങനെയാണ് ഒരു ഹോസ്റ്റ് സെൽസിനെ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നത്? ഇൻഡയറക്റ്റ് ജീൻ ട്രാൻസ്ഫർ, ഡയറക്റ്റ് ജീൻ ട്രാൻസ്ഫർ, അതിനകത്തുള്ള മെത്തേഡ്സ് ഹൗ വി ക്യാൻ ഡെവലപ്പ് എഴുതിയിട്ടുണ്ട്, നമുക്ക് വായിച്ചു നോക്കാം. 16th question, early diagnosis is essential for the effective treatment of disease. ഈ ക്വസ്റ്റ്യനും ഇതിന്റെ ആൻസർ എഴുതേണ്ട ക്വസ്റ്റ്യനും ഈ സ്റ്റേറ്റ്മെന്റും തമ്മിൽ യാതൊരു റിലേഷനും ഇല്ല. ചോദ്യം ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് മനസ്സിലാവുന്ന നിങ്ങൾക്ക്? ചോദ്യത്തിന്റെ കീവേഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ. റൈറ്റ് എനി 2 മോളിക്കുലാർ ഡയഗ്നോസ്റ്റിക് മെത്തേഡ്. ഏതെങ്കിലും 2 മോളിക്കുലാർ ഡയഗ്നോസ്റ്റിക് മെത്തേഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ് എഴുതാൻ നിങ്ങൾക്ക്? റീകോമ്പിനന്റ് DNA ടെക്നോളജി, PCR പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ നിങ്ങൾക്ക് എഴുതാം, എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബന്റ് അസേ എലീസ ടെസ്റ്റ് നിങ്ങൾക്ക് എഴുതാം. ഇതെല്ലാം മോളിക്കുലാർ ഡയഗ്നോസിസ് ആണ്. ഓക്കെയാ? മോളിക്കുലാർ ഡയഗ്നോസിസിന്റെ പ്രത്യേകത എന്തുവാ? മോളിക്കുലാർ ഡയഗ്നോസിസ് വിൽ ഹെൽപ്പ് us ഫോർ ഏർലി ഡയഗ്നോസിസ്. കാര്യം നോർമൽ ഡയഗ്നോസ്റ്റിക് സിസ്റ്റത്തിന്, അതായത് നമ്മുടെ യൂറിൻ വെച്ചായാലും നമ്മുടെ ബ്ലഡ് എടുത്തായാലും ഒക്കെ ആ പാത്തോജന്റെ കൗണ്ട് ഒരു പർട്ടിക്കുലർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ പാത്തോജനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റൂ, ഡയഗ്നോസ് ചെയ്യാൻ പറ്റൂ. അതേ സമയത്ത് ആ പാത്തോജൻ പല സമയത്തും ഈ പാത്തോജന്റെ എണ്ണം, വൈറസിന്റെ ഒക്കെ എണ്ണം അത്രയും കൂടുമ്പോൾ ദാറ്റ് മേ ബി വെരി ക്രിട്ടിക്കൽ ഫോർ അവർ ലൈഫ്. ചിലപ്പോൾ നമ്മുടെ ലൈഫ് തന്നെ ത്രെട്ട് ആവുന്ന സിറ്റുവേഷനിലായിരിക്കും നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത്. സോ അതുണ്ടാവാതിരിക്കാൻ വേണ്ടി മോളിക്കുലർ ഡയഗ്നോസിസ് അടക്കം ഇതിനകത്ത് എടുത്ത സാമ്പിളിനകത്ത്
വീണ്ടും മൾട്ടിപ്പിൾ ആയിട്ട് അത് ഡെവലപ്പ് ചെയ്തിട്ട് അത് കൾച്ചർ ചെയ്തെടുത്തിട്ട് ചില പാത്തജൻ ഉണ്ടെങ്കിൽ അതിന്റെ എണ്ണം കൂടും. സോ ഈസിലി ആൻഡ് വെരി ഏർലി വി ക്യാൻ ഐഡന്റിഫൈ ദിസ്. ഓക്കെ. ഫോർ എക്സാമ്പിൾ എലിസാസ് ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എയ്ഡ്സിന് വേണ്ടി ഉപയോഗിക്കുന്ന ടെസ്റ്റാണ്. നിങ്ങൾക്ക് അറിയാം ഹൗ മച്ച് ഇമ്പോർട്ടന്റ് ദിസ് ടെസ്റ്റ് ഈസ്. 17th ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഡിഫൈൻ ദ ഫോളോയിങ് ടേംസ്. 3ന്റെ 3 മാർക്ക്. സോ 17 തൊട്ട് 20 വരെ 4 ക്വസ്റ്റ്യൻ ഉണ്ട്. അതിനകത്ത് നിന്ന് 3 ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങൾക്ക് എഴുതാം. ഓരോന്നിനും 3 മാർക്കാണുള്ളത്. ഇതിനകത്ത് തന്നെ 3 സബ്സെക്ഷൻ ഉണ്ട്. സോ ഓരോന്നിനും ഓരോ മാർക്കാണ്. ഓട്ടോഗമി എന്താണ്, ഗീറ്റോണോഗമി എന്താണ്, സീനോഗമി എന്താണ്? നമുക്കറിയാം ഓട്ടോഗമിയും ഗീറ്റോഗമിയും സ്വപരാഗണമാണ്, ഇത് പരപരാഗണമാണ് നമുക്ക് വേണമെങ്കിൽ പറയാം മലയാളം. ഓക്കെ. സോ ഓട്ടോഗമി എന്ന് പറയുന്നത് സെൽഫ് ഫെർട്ടിലൈസേഷൻ ആണ്. Refer to the fusion of two gametes that come from one individual. Okay. Autogamy is predominantly observed in the form of self-pollination. ഈ reproductive mechanism ആണ്. Difference എന്താണ് നോക്കാം. Autogamy occurs when the pollen grains from the flower are deposited on the stigma of the same flower. അതേ സമയത്ത് geitonogamy ആണെങ്കിൽ when that pollen grains from when the anther of one flower are deposited on another flower of the same plant. Same plant ന്റെ വേറൊരു പ്ലാന്റിൽ വിടുമ്പോഴാണ് അതിനെ ഗീറ്റോണോഗമി എന്ന് പറയുന്നത്. സെയിം പ്ലാന്റിന്റെ വേറൊരു ഫ്ലവറിൽ വരുന്നത്. ആൻഡ് സീനോഗമി, pollen grains of the one flower is deposited on stigma of a genetically different flower in the same species. സെയിം സ്പീഷീസ് ആയിട്ടുള്ള ജനറ്റിക്കലി ഡിഫറെന്റ് ആയിട്ടുള്ള വേറൊരു പ്ലാന്റിന്റെ അതിനകത്ത് പോളിനേഷൻ നടക്കുന്നതിനാണ് സീനോഗമി എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഒരു ഫ്ലവറിനകത്ത് തന്നെ നടക്കുന്നത് ഓട്ടോഗമി, ഒരു പ്ലാന്റിനകത്ത് നടക്കുന്നത് ജിറ്റോണോഗമി, സീനോഗമി എന്ന് പറയുന്നത് ഡിഫറെന്റ് പ്ലാന്റ്സിൽ നടക്കുന്നത്. സ്പീഷീസ് പക്ഷെ സെയിം ആയിരിക്കും. 18th ക്വസ്റ്റ്യൻ. ഓസോൺ ഡിപ്ലീഷൻ ഇൻ സ്ട്രാറ്റോസ്ഫിയർ ഈസ് എ സീരിയസ് എൻവയോൺമെന്റ് ഇഷ്യൂ. അഗെയിൻ അതും നമ്മുടെ റിയൽ ക്വസ്റ്റ്യൻ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഗുഡ് ഓസോൺ? സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൗ ഡു CFC degrade ozone molecules in stratosphere? സോ ഗുഡ് ഓസോൺ എന്താണ് നമുക്കറിയാം. 18th ക്വസ്റ്റ്യൻ. ബാഡ് ഓസോൺ ഉണ്ട്, ഗുഡ് ഓസോൺ ഉണ്ട്. ഓസോൺ എന്ന് പറയുന്നത് ട്രയറ്റോമിക് മോളിക്യൂൾ ഓഫ് ഓക്സിജൻ ആണ്. ഓസോൺ ലോവർ ലെയർ ഓഫ് ട്രോപ്പോസ്ഫിയർ ആണെങ്കിൽ നമ്മൾ അതിനെ ബാഡ് ഓസോൺ എന്നും, ഓസോൺ അപ്പർ ലെയറിൽ സ്ട്രാറ്റോസ്ഫിയറിന്റെ അപ്പർ ലെയറിലാണെങ്കിൽ അതിനെ ഗുഡ് ഓസോൺ എന്നും പറയും. ഗുഡ് എന്ന് പറയാൻ കാര്യം ഇത് സ്ട്രാറ്റോസ്ഫിയറിൽ ഒരു ഓസോൺ ലെയർ ക്രിയേറ്റ് ചെയ്യും. അത് UV റേഡിയേഷനെ ടാക്കിൾ ചെയ്യാൻ, പ്രിവെന്റ് ചെയ്യാൻ, ഫിൽട്ടർ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. സോ ദാറ്റ് ഈസ് കൺസിഡർഡ് ആസ് എ good ozone. How do CFC degrade ozone molecules in stratosphere? സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഓസോൺ എന്ന് പറയുന്നത് O3 ആണ്. UV റേസ് വരുമ്പോൾ ഇത് O2ഉം Oയുമായി മാറും. CFC അവിടെ പോയിരിക്കും. UV വരുമ്പോൾ ഇവൻ Cl മൈനസും ക്ലോറോഫ്ലൂറോ കാർബൺ ഇതിനകത്ത് Cl മൈനസ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ Clഉം Oയും കൂടെ ചേർന്ന് ClO ഉണ്ടാവും. ഓർ O2ഉം Oയും തിരിച്ചു പോകുന്ന ഈ റിവേഴ്സിബിൾ പ്രോസസ്സിനെ ഇവൻ വന്ന് പ്രിവെന്റ് ചെയ്യും. ദാറ്റ് ഈസ് ദ മെത്തേഡ് ദ CFC degrade the ozone molecule. ഓക്കെ നോക്കാം. In stratosphere, UV rays act on them releasing Cl atoms. Cl degrade ozone releasing molecular oxygen. Ozone releasing molecular oxygen with these atoms acting merely as catalyst. Chlorine atoms are not consumed in the reaction. Okay. So ഞാൻ പറഞ്ഞതാണ് പ്രോസസ്സ്, നിങ്ങൾക്കൊന്ന് വായിച്ചു നോക്കാം. Okay, 19th question. Following are the diagrams of two important process used for rDNA technology. ആയിക്കോട്ടെ, ഇതിനകത്ത് A എന്താണ് B എന്താണ്, രണ്ട് പിക്ചറിന്റെയും പേര് എന്തുവാന്നാ ചോദിച്ചിരിക്കുന്നത്. എയുടെയും ബിയുടെയും റൈറ്റ് ദ യൂസസ് ഓഫ് A and B in rDNA technology. rDNA technology എയുടെയും ബിയുടെയും യൂസസ് എന്താണെന്നാ ചോദ്യം. നോക്കാം നമുക്ക്. സോ നിങ്ങളുടെ ബുക്കിൽ കൊടുത്തിരിക്കുന്ന പിക്ചർ അതുപോലെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതിനകത്ത് പിക്ചർ A കൊടുത്തിരിക്കുന്നത് എന്തുവാ, പോളിമറൈസ് ചെയിൻ റിയാക്ഷന്റെ പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് പിക്ചർ B എടുത്തു വെച്ചിരിക്കുന്നത് എന്തുവാ, a typical agarose gel electrophoresis showing mitigation of undigested and digested set of DNA fragments. So DNA fragments, see DNA fragments DNA ബാൻഡിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ജെൽ ഇലക്ട്രോഫോറസിന്റെ പിക്ചർ ആണത്. ഓക്കെ. സോ ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്തുവാണെന്നാ ചോദിക്കുന്നത്.
നമുക്കറിയാം RDNA ടെക്നോളജി, റീകോമ്പിനന്റ് DNA ടെക്നോളജിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഇത് രണ്ടെണ്ണം. പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു മേക്ക് മില്യൺസ് ഓഫ് കോപ്പീസ് ഓഫ് ടാർഗറ്റഡ് പീസ് ഓഫ് DNA. സെക്കൻഡ് വൺ, എന്തിനാണ് നമ്മൾ ഈ ഇലക്ട്രോഫോറസിസ് ഉപയോഗിക്കുന്നത്? ഈസി ആയിട്ട് ഫ്രാഗ്മെന്റിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ. The cutting of DNA by restriction endonuclease result in fragments of DNA. These fragments can be separated by the technique known as gel electrophoresis. So gel electrophoresis ന്റെ picture ആണ് ഈ കൊടുത്തിരിക്കുന്നത്. Gel electrophoresis ന്റെ picture ആണ് ഈ കൊടുത്തിരിക്കുന്നത്. So first ചോദ്യം, what is A, what is B? B എന്ന് പറയുന്നത് gel electrophoresis ഉം A എന്ന് പറയുന്നത് polymerase chain reaction PCR ന്റെ picture ആണ് കൊടുത്തിരിക്കുന്നത്. Okay, 20th question. എന്താ 20th question? Given below are the examples ecological population interaction ആ കൊടുത്തിരിക്കുന്നത്, or some examples കൊടുത്തിട്ടുണ്ട്. അതിനെ അടുത്ത് നിങ്ങൾ ഈ 3 ഹെഡിങ്ങിൽ അവരുടെ റിലേഷൻഷിപ്പ്, ആ സ്പീഷീസിന്റെ ഇന്ററാക്ഷൻ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് നിങ്ങൾ കാറ്റഗറൈസ് ചെയ്യണം. കോമ്പറ്റീഷൻ ഉണ്ട്, പാരസൈറ്റിസം ഉണ്ട്, മ്യൂച്വലിസം ഉണ്ട്. മ്യൂച്വലിസം നമുക്ക് അറിയാം 2 ഓർഗാനിസംസ്, അതായത് ഡിഫറെന്റ് സ്പീഷീസിൽ നിന്നുള്ള ഓർഗാനിസംസ് ആയിരിക്കും. 2 ഓർഗാനിസംസ് അവരെ അസോസിയേറ്റ് ചെയ്ത് 2 പേർക്കും ബെനിഫിറ്റ് ആവുന്നതാണ് മ്യൂച്വലിസം ടൈപ്പ് ഓഫ് റിലേഷൻ. വാട്ട് ഈസ് പാരസൈറ്റിസം? ഒരാൾ പാരസൈറ്റ് ആണ്, ഒരാൾ ഹോസ്റ്റ് ആണ്. ഈ പാരസൈറ്റിന്റെ ജോലി, ഇവൻ ഏതോ തരത്തിൽ ഹോസ്റ്റിനെ ഉപയോഗിക്കുന്നുണ്ട്. ഹോസ്റ്റ് ഒരു ഗുണവുമില്ല, പക്ഷേ അഡ്വേഴ്സ്ലി ഇമ്പാക്ട് ആവുകയും ചെയ്യുന്നു. കോമ്പറ്റീഷൻ, രണ്ടുപേരും ഒരേ റിസോഴ്സിന് വേണ്ടി മത്സരിക്കുന്നു. കോമ്പറ്റീഷനകത്ത് ഒരാൾ ബെനിഫിറ്റ് ആവും, ഒരാൾ ഹാം ആവും. ചില സമയത്ത് ഇവൻ ബെനിഫിറ്റ് ആവും, ഇവൻ ഹാം ആവും. കോമ്പറ്റീഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത് മോസ്റ്റ് ഓഫ് ദ ടൈം കോമ്പറ്റീഷൻ സെയിം റിസോഴ്സിന് വേണ്ടിയായിരിക്കും ഇവർ ഫൈറ്റ് ചെയ്യുന്നത്. ഓക്കെ, നോക്കാം, നമുക്ക് ഈ എക്സാമ്പിൾസ് നോക്കാം. എക്സാമ്പിൾസിന്റെ ഡീറ്റെയിൽസ് ഞാൻ എഴുതിയിട്ടുണ്ട്. ആൻസർ കീ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ പറ്റും. എക്സാമ്പിൾസിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് കോമ്പറ്റീഷൻ ആണ്. അബിംഗ്ടൺ ടോർട്ടോയിസും ഗാലപ്പഗോസ് അബിംഗ്ടൺ ടോർട്ടോയിസും ഗോട്ടും. ഇത് ഗാലപ്പഗോസ് ഐലൻഡിൽ നടന്ന ഒരു പർട്ടിക്കുലർ ഇവന്റ് ആയിരുന്നു, അല്ലെങ്കിൽ സിറ്റുവേഷൻ ആയിരുന്നു. ഈ ഗോട്ട് അവിടെ കൊണ്ടുപോയി ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ, ഈ ഐലൻഡിലുള്ള ഗ്രാസ് ലാൻഡിന് വേണ്ടി, ഓക്കെ, ഈ ഐലൻഡിനുള്ള ഗ്രാസിന് വേണ്ടി ഇവർ തമ്മിൽ കോമ്പറ്റീഷൻ ആയി. സോ ഇറ്റ് ഈസ് എ കോമ്പറ്റീഷൻ റിലേഷൻഷിപ്പ്. സോ എ എന്ന് പറയുന്നത് കോമ്പറ്റീഷൻ ആണ്. കസ്കൂട്ട ആൻഡ് ഹോസ്റ്റ് ട്രീ, കസ്കൂട്ടയും ഹോസ്റ്റ് ട്രീയും, ഓർ ഹസ്കൂട്ട എന്ന് പറയുന്നത് എന്തുവാ? കസ്കൂട്ട എന്ന് പറഞ്ഞാൽ ഇത് മരവാഴയല്ലേ കസ്കൂട്ട. സോ കസ്കൂട്ട എന്ന് പറയുന്നത് ഒരു പാരസൈറ്റിക് പ്ലാന്റ് ആണ്. അവന് ക്ലോറോഫില്ലും ഇല്ല, അവന് പ്രൊഡ്യൂസ് ചെയ്യാനും പറ്റത്തില്ല ഫുഡ്. അവൻ അവിടെ ഇരിക്കുന്ന ഹോസ്റ്റിനെ തുറന്ന് ഹോസ്റ്റിൽ നിന്ന് എടുക്കും. സോ ഇറ്റ് ഈസ് എ പാരസൈറ്റ്. സോ ബി എന്ന് പറയുന്നത് പാരസൈറ്റ് ആണ്. ഫിഗ് ട്രീയും വാസ്പും അവർ മ്യൂച്വലിസ്റ്റിക് റിലേഷൻഷിപ്പ് ആണ്. ഫിഗ് ട്രീയും വാസ്പും എന്ന് പറയുന്നത് അവർ തമ്മിൽ ഷെയർ ചെയ്യും. വാസ്പിന് ഒരു ഇടം കൊടുക്കും, ഫിഗ് ട്രീയിൽ പോളിനേഷന് ഹെൽപ്പ് ചെയ്യും. സോ സി എന്ന് പറയുന്നത് ഇവിടെ വരും. ആൽഗെ ഫഞ്ചൈ ലൈക്കൻസ് മ്യൂച്വലിസ്റ്റിക് ആണ്. എങ്ങനെ ആൽഗയും ഫഞ്ചയും ബെനിഫിറ്റ് ചെയ്യുന്നത്? ആൽഗെ ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യും, ഫഞ്ചൈ അതിന് ഇരിക്കാനുള്ള സ്ഥലവും ഹ്യൂമിഡിറ്റിയും പ്രൊവൈഡ് ചെയ്യും. ബലാനസ് ആൻഡ് ചത്താമലാസ് ബെർണക്കിൾസ്. സോ 2 ബെർണക്കിൾസ് ആണത്. അവർ തമ്മിലുള്ള കോമ്പറ്റീഷൻ ആണ് ആ കൊടുത്തിരിക്കുന്നത്. ഓക്കെയാ, അവർ തമ്മിലുള്ള കോമ്പറ്റീഷൻ ആ കൊടുത്തിരിക്കുന്നത് ഫോർ ദ സെയിം റീജിയൻ. ഓക്കെ ഓക്കെ. ലൈസ് ഓൺ ഹ്യൂമൻസ്, ഹ്യൂമനകത്തുള്ള പേന് പാരസൈറ്റിസം ആണ്. സോ എഫ് എന്ന് പറയുന്നത് ഇവിടെ ആണ്, കോമ്പറ്റീഷൻ ആണ്. ഇ എന്ന് പറയുന്നത് സിയും ഡിയും മ്യൂച്വലിസ്റ്റ് ആണ്. 2 2 2 വരും. ഓക്കെ, സോ ഇതാണ് 20 ക്വസ്റ്റ്യന്റെ ഡിസ്കഷൻ. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ആൾറെഡി നല്ല രീതിയിൽ പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലായി കാണും. ഓക്കെ, താങ്ക് യു. അടുത്ത സുവോളജി ക്ലാസ്സോട് കൂടി നമ്മൾ കാണുന്നതാണ്. ഓൾ ദ ബെസ്റ്റ്.